പാപിനിയായ സ്ത്രീ യേശു കർത്താവിൻ്റെ കാൽക്കൽ വന്ന് കണ്ണുനീര് കൊണ്ട് കാല് കഴുകി, തലമുടി കൊണ്ട് പാദം തുടച്ചു, കണ്ണുനീര് കൊണ്ട് കാലും കഴുകി പ്രാർത്ഥിച്ചിട്ട് അവൾ എഴുന്നേൽക്കുമ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ അനേക പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ചോദ്യം, നിങ്ങൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരണം. ഒരു വാക്ക് ഈ മകൾ പ്രാർത്ഥിച്ചു, യേശുവേ, ഞാനൊരു പാപിയാ, എൻ്റെ പാപം ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കർത്താവേ, ഞാൻ ഇന്ന തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്, എൻ്റെ കുഴപ്പങ്ങളെല്ലാം നീ ക്ഷമിക്കുമാറാകണമെന്ന് അപേക്ഷിച്ചോ? ഇല്ല. ഒരു വാക്ക് പോലും അവൾ യേശുവിനോട് പറഞ്ഞില്ല. പക്ഷെ അവളുടെ കണ്ണിൽ നിന്ന് വീണ ആ ചൂടുള്ള കണ്ണുനീരിൽ നിന്ന്, അവളുടെ നിലവിളിയിൽ നിന്ന്, അവളുടെ നെടുവീർപ്പിൽ നിന്ന്, അവളുടെ 1000 പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ യേശു റീഡ് ചെയ്യുകയായിരുന്നു. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലുമുള്ള വാക്കുകൾ കിട്ടാതിരിക്കുമ്പോഴും, നിങ്ങൾക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടിയെന്ന് പോലും പറയാൻ കഴിയാതിരിക്കുമ്പോഴും, നിങ്ങളുടെ ദീർഘശ്വാസത്തെ പോലും അത് എന്തിനാണ് എൻ്റെ കുഞ്ഞിത്രയും സങ്കടപ്പെടുന്നതെന്ന് അറിയാവുന്ന ഒരപ്പ നമുക്കുള്ളപ്പോൾ ചോദിക്കാൻ പറ്റുമോ, നീ എന്നെ അറിയുന്നില്ലേ കർത്താവേ? ഒരു കാരണവശാലും ആ ചോദ്യത്തിന് പ്രസക്തിയില്ല മക്കളെ, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല.